ഹായ് ഫ്രണ്ട്സ്, നാടൻ അടുക്കള യൂട്യൂബ് ചാനലിൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമുക്കൊരു ചൂടുകാലമൊക്കെ അല്ലേ, നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാം. അത് മാവില വെച്ചിട്ടുള്ളൊരു ജ്യൂസാണ് നമ്മളുണ്ടാക്കുന്നത്. അപ്പം മാവങ്ങ് താഴത്താണ് നിൽക്കുന്നത്. ഞാൻ നമ്മുടെ വീടിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ മാവിലയൊക്കെ പിച്ചെടുക്കാം. അപ്പോൾ ഒരുപാടങ്ങ് കട്ടിയുള്ള ഇല വേണ്ട, ഇതേപോലത്തെ പരുവത്തിനുള്ള ഇല എടുക്കാം. നമുക്കൊരു 3-4 ഇല മതി. നമുക്ക് ആ ഇലയൊന്ന് നല്ല ഇല നോക്കിയൊന്ന് പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ വേണ്ട മാവിലയൊക്കെ പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവിലയൊക്കെ പിച്ച് കഴിഞ്ഞ് നോക്കിയപ്പം നമ്മുടെ കിളികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നേരത്തെ ഇപ്പോൾ ഒരുപാട് കിളികളുണ്ടായിരുന്നു, കൂടെ നിറച്ചും കിളികളായിരുന്നു. ഇപ്പം പക്ഷേങ്കിൽ കുറേയൊക്കെ ചത്തുപോയി. അപ്പം ഇപ്പോഴും ഉണ്ട്, ഒരുപാടുണ്ട്. കൂട്ടിനകത്തൊക്കെ അവർ കയറിയിരിക്കുക, ചൂടല്ലേ, അപ്പോൾ കൂട്ടിനകത്തൊക്കെ കയറിയിരിക്കുക. കണ്ട, വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. നല്ല പച്ചപ്പുണ്ട്, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ്. അപ്പം കുറച്ചങ്ങോട്ട് മാറിയാണ് റെയിൽവേ ഒക്കെ ഉണ്ട്. ഇങ്ങനെ കാണാൻ പറ്റും. നമ്മുടെ മാവിലയൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകി ഇതേപോലെ പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക്, ഒരു നാരങ്ങ, ഒരു കഷ്ണം ഇഞ്ചി, ഏലക്ക ഉണ്ടെങ്കിൽ ചേർക്കാം, അതുപോലെ നാരകത്തിൻ്റെ ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, പിന്നെ പഞ്ചസാര. പിന്നെ നമുക്ക് മിക്സിയുടെ ജാറ് ഞാൻ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ നാരകത്തിൻ്റെ മാവിൻ്റെ ഇല ഇട്ട് കൊടുത്തു, ഒരു പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി. നമുക്ക് ഈ നാരങ്ങയുടെ ജ്യൂസ് ഇതേപോലെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കും. ആദ്യം ഇത് വെള്ളം ചേർക്കാതെ വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ചല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചിയൊന്നും നന്നായിട്ട് ചതഞ്ഞ് കിട്ടത്തില്ല, അതുകൊണ്ടാണ്. ഇനി നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിത് മിക്സിയിലെല്ലാം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പാത്രത്തിനകത്തോട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മളിതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് മാറ്റാം. നമ്മളിവിടെ 2 ഗ്ലാസ്സൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ജ്യൂസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇന്നത്തെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമാവുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് നമുക്ക് നാളെ കാണാം.